ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല ഹോൾഡർ ആണ് കേട്ടോ. നമുക്ക് സ്പൂണും സ്പാച്ചുലാസൊക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടല്ലോ ഹോളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് അങ്ങ് ഡ്രെയിൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിട്ട് വെക്കുന്ന സ്പൂണിലും കാര്യങ്ങളൊക്കെ വെള്ളം കുടിച്ചിരിക്കുന്നുള്ളത് ആ ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇതിന്റെ തന്നെ വൈറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വൈറ്റ് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ ബ്രൗൺ കളറിലുള്ളതും മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, പക്ഷെങ്കിൽ കണ്ടാൽ സെറാമിക്കിന്റെ ലുക്കാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു സ്പൂൺ ഹോൾഡർ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിലും ആ സ്പൂൺ ഹോൾഡർ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന്റെ അതേ സെയിം ക്വാളിറ്റി തന്നെ വരുന്ന ഒരു സ്പൂൺ ഹോൾഡറാണ് ഇതും. കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ, ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് 140 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കട്ടിംഗ് ബോർഡാണ്. സ്റ്റീലിൻ്റെ തന്നെ കട്ടിംഗ് ബോർഡാണ്. ഇതിന് മുന്നേ ഞാൻ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ഭാഗം കുറച്ചൊരു എഡ്ജൊക്കെ കൊടുത്തിട്ടാണ്. പക്ഷെ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു കട്ടിംഗ് ബോർഡ് സ്റ്റീലിലാണ് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ നല്ലത് ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. വുഡൻ്റെത് അതുപോലെ ഫൈബറിൽ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്ന കട്ടിംഗ് ബോർഡ് വാങ്ങിയാൽ നമുക്ക് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ എന്താ പറയുക മരമൊക്കെ വീണിട്ട് അവിടങ്ങളിലൊക്കെ അഴുക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ. പക്ഷെ ഇത് സ്റ്റീലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാനിതിന്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെത്. അപ്പൊ അത് ഇത്ര തന്നെ വലിപ്പമല്ല കേട്ടോ. ഇപ്പൊ ഇത് നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആയ പ്രൈസിനാണ്. അതിന്റെ പ്രൈസ് 203 രൂപയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു മിക്സറാണ്. അതായത് നമുക്ക് ചെറിയ ചെറിയ യൂസേജിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് സ്പൈസസ് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നട്ട്സ്, അതല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു മിക്സറാണിത്. അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. ഇതിന്റെ ലിഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു മിക്സർ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഊരിയെടുക്കാനൊന്നും കഴിയില്ല. ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യമുള്ള ചെറിയ ചെറിയ യൂസേജിനൊക്കെ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതാ ലിഡ് കണ്ടല്ലോ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ലിഡാണ് കേട്ടോ. പിന്നെ ഇതാ ചെറിയൊരു കേബിള്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. അതാ ചെറിയൊരു കേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അടിപൊളിയാണ്. കാരണം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ അത് ഓൺ ആക്കാതെ പ്ലഗ് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിട്ട് അങ്ങനെയാണ് ഓൺ ആക്കുക. അപ്പൊ അങ്ങനെ. അപ്പൊ അതിന്റെ പ്രൈസ് വന്നിട്ട് 381 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് പ്ലേറ്റുകളാണ്. മെലാമിൽ വരുന്ന കുറച്ച് പ്ലേറ്റ് ആണ്. സ്നാക്സ് പ്ലേറ്റ് ആയിട്ടും അതെല്ലാം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള 4 കളേഴ്സ് കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ടത്. ഇതുപോലുള്ള പ്ലേറ്റിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം എന്തായാലും ഒരു അട്രാക്ഷൻ ഉണ്ടാവും കേട്ടോ ആ ഒരു പ്ലേറ്റിനോടും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളും ഒന്ന് കഴിച്ചോട്ടെ ഇതുപോലുള്ള പ്ലേറ്റ് ഒക്കെ കൊടുത്താൽ. അപ്പൊ ഇതാ ഈ 4 കളേഴ്സ് ആണ് കേട്ടോ. ഒരു എന്താ പറയാ, ഒരു ഗ്രീൻ കളറ്, അതായത് ഒരു പേസ്റ്റൽ ഗ്രീനും, എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ലാവൻഡർ, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു ലെമൺ യെല്ലോന്റെ ഒക്കെ ഒരു കളറിൽ, ആ ഒരു ലെമൺ യെല്ലോ അല്ല എന്നാൽ ഒരു പേസ്റ്റൽ യെല്ലോ ആയിട്ട് വരുന്ന ഒരു കളർ, അങ്ങനെ ഇട്ട 4 കളറിലാണ് വരുന്നത്. അപ്പൊ ഇത് 4 എണ്ണത്തിനും കൂടിയുള്ള പ്രൈസ് 182 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്താണ്. കാരണം ആ ഒരു പ്രൈസിന് നമുക്ക് 4 പ്ലേറ്റ് അല്ലേ കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ഒരു ഹാങ്ങർ ആണ്. അപ്പം ഇതെങ്ങനെ ഹാങ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ ഒന്നും പറ്റൂല കേട്ടോ. പിന്നെ എന്തിനാ യൂസേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് വാർഡ്രോബിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അതെല്ലാം ഉണ്ടെങ്കിൽ ഡോർ ഉണ്ടാവില്ലേ, ഡോറിന്റെ പുറകുവശത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ഹാങ്ങറാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹാങ്ങറും കൂടിയാണ് കേട്ടോ. വെറുതെ പറയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് 121 രൂപയാണ് കേട്ടോ. ആ പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരേ ടൈമിൽ നമുക്ക് എത്ര 10
സോറി 8 ഹാങ്ങറാണ് കേട്ടോ അതിലുള്ളത്. അപ്പം 8 ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്ത്, പിന്നെ നല്ല തിക്കായിട്ടുള്ളതാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും സംഗതി ഒന്നും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സിവറാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പൊടിയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിവറാണ്. അതായത് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. കാരണം നമ്മൾ സാധാരണ ബേക്കിംഗ് ചെയ്യുമ്പം 2 തവണ അരിച്ചെടുക്കേണ്ട. അപ്പം ഈ ഒരു സിവർ ഉണ്ടെന്ന് വെച്ചാൽ ഒരേ ടൈമിൽ, അതായത് ഒറ്റ തവണ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ 2 തവണ അരിച്ചെടുക്കുന്ന പോലെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 നെറ്റ് ഉണ്ട് താഴെ കൊടുത്തിട്ട്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതാ ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയിട്ട്. അപ്പം ഇതിലിട്ട് കൊടുക്കുന്ന ഫ്ലോർ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ജസ്റ്റ് താഴേക്ക് അങ്ങോട്ട് ഊർന്നു പോകുന്നുള്ളൂ കേട്ടോ. സ്റ്റീലിലാണ്. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിലും ഉണ്ട്. സ്റ്റീലായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പം ഇതിൻ്റെ പ്രൈസ് 195 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഓർഗനൈസറാണ്. അതായത് നമ്മൾ വാർഡ്രോബിലൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ എന്താ പറയുക ഹെയർ ബൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിരുന്ന രീതിയിലാണ് വരിക. ഹാങ് ചെയ്യാനുള്ള ഒരു ഹുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാർഡ്രോബിൽ അല്ലെങ്കിൽ വാളിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പാകത്തിനാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സൈസിലാണ് കേട്ടോ വരുന്നത്. ഒരു കണ്ണില് ഓരോ പാർട്ടായിട്ട് വരുന്നതിനുള്ളിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്കിനിപ്പോൾ വാർഡ്രോബിലാണെങ്കിൽ ഇന്നർവെയർസോ അല്ലെങ്കിൽ ഷോക്സോ അല്ലെങ്കിൽ കർച്ചീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 153 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഭയങ്കര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്ത പ്രൊഡക്റ്റ് നല്ല പിൻട്രസ്റ്റി വൈബിൽ വരുന്ന 3 ബൗളിന്റെ സെറ്റാണ് കേട്ടോ. 3 വരുന്ന സെറ്റാണ്. 3 ഡിഫറെന്റ് സൈസിലാണ് വരുന്നത്. ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് ബേജ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി ബൗളുകളാണ് കേട്ടോ. നമുക്കിത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. നമ്മളൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലുള്ള ബൗളിലൊക്കെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ടേബിൾ കാണാൻ. പിന്നെ അതുപോലെ നമുക്കിതൊരു ഡെക്കറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് ഷോ പീസ് ആയിട്ട് വെക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സെറാമിക്കിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള സെറാമിക്കിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 554 രൂപയാണ്. 554 രൂപയ്ക്ക് ഒരു 3 എണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രൈസിന് എന്തായാലും വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം സെറാമിക്കിന്റെ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കുറേ നാളോട് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അതായത് ഒരു കടായിയാണ്. ഇതുപോലെ ഹണി കോംബായിട്ട് വരുന്ന ഇതിന്റെ ഉൾഭാഗം കണ്ടോ, ഹണി കോമ്പിന്റെ രീതിയിൽ വരുന്ന കടായിയാണ് കേട്ടോ. സ്റ്റീലിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ്, നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിലാണ് വരുന്നത്. അപ്പൊ ഉൾഭാഗം ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണിത്. കാരണം നല്ല പ്രൈസ് കാണും, പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് അഫോർഡബിൾ ആയ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത്. 496 രൂപക്കാണ്ട് ഈ ഒരു കടായി കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കൊരു 4-5 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു എന്താ പറയുക കറിയൊക്കെ വെക്കാൻ പാകത്തിനൊക്കെ വരുന്ന ഒരു കടായിയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ സ്റ്റീലിലാണ് കേട്ടോ. ഫുൾ സ്റ്റീൽ തന്നെയാണ്. അപ്പൊ പ്രൈസ് പറഞ്ഞാൽ 496 രൂപ കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പുഡിംഗ് ട്രേ ആണ്. ഗ്ലാസ്സിൽ വരുന്ന പുഡിംഗ് ട്രേ ആണ്. ഒരുപാട് വലുപ്പമില്ല, എന്നാൽ ചെറുതായിട്ട് എന്താ പറയാ അത്യാവശ്യം ഒരു ചെറിയ ഒരു പുഡിംഗ് ട്രേ ആണ്. ഒരുപാട് സൈസിൽ വരുന്നതല്ല, നല്ല ക്വാളിറ്റിയിൽ വരുന്ന പുഡിംഗ് ട്രേ ആണ്. ഇതിന്റെ ഒരു സൈഡൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു ഇതിന്റെ എത്രമാത്രം തിക്നെസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിന്റെ പ്രൈസ് 211 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്താണ്. അപ്പൊ എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഈ ഒരു ബൗളിന്റെ സെറ്റാണ് കേട്ടോ. അതായത് ഡിപ്പിംഗ് ബൗളാണ്. സാധാരണ നമുക്ക് മയോണൈസ്, കെച്ചപ്പ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് വരെ ഡിപ്പിംഗ് ബൗളായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ബൗളായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ബൗളുകളാണ്. 6 വരുന്ന സെറ്റാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബൗൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ക്യൂട്ടായിട്ട് എടുത്ത് വെക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെങ്കിൽ കൈ കിട്ടിയപ്പോൾ എന്തായാലും മോശമായിട്ടില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റ്, നല്ല ക്യൂട്ട് പ്രൊഡക്റ്റ് കേട്ടോ.
നമുക്ക് അത്യാവശ്യം യൂസേജിനൊക്കെ എടുക്കാനും പറ്റും. ആവശ്യം കഴിഞ്ഞു വന്നാൽ വൃത്തിയായി നമുക്ക് എടുത്തു വെക്കാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇത് മെലാമിലാണ് മെറ്റീരിയൽ വന്നിട്ട് കണ്ടാൽ സെറാമിക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മെലാമിനാണ് കേട്ടോ മെറ്റീരിയൽ. നല്ല ക്യൂട്ടായിരിക്കും, നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്ന കുറച്ച് ബൗളിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 286 രൂപയാണ് കേട്ടോ മീഷോയിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ആ പ്രൈസിന് എന്തായാലും വേർത്തുള്ള പ്രൊഡക്റ്റാണ്, കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഡിപ്പിംഗ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ആ രീതിയിൽ വരുന്ന കുറച്ച് ബൗളുകളാണ് കേട്ടോ. ഇതുപോലെ ഇത് അടുക്കി വെക്കാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നട്ടെ ഈ ഒരു ബൗളിനോട് നമുക്ക് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്, സാധാ ഫൈബറും പ്ലാസ്റ്റിക്കും ഒന്നല്ല, മെലാമിനിലാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ കാണാൻ നല്ല ഭംഗിയില്ല. ഈ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടാവും കയ്യിൽ കിട്ടിയാൽ എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എന്താ പറയാ ജിഞ്ചർ ഗാർലിക്കൊക്കെ നമുക്കിങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്കൊരു കറിക്ക് വേണ്ടി സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനും ചതച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നല്ല യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ താഴ്ഭാഗം കണ്ട ഇതുപോലെ ഹോൾസ് ആണ്. ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി മുകൾ ഭാഗത്ത് കണ്ടോ നല്ല ഷാർപ്പായുള്ള സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് അങ്ങനെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് താനേ ഇങ്ങനെ ചതഞ്ഞ് താഴോട്ട് കൂടെ വന്നോളൂ കേട്ടോ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല ഹെവി സ്റ്റീലിലാണ്. സൗണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവുന്ന എക്സ്ക്യൂസ് ചെയ്യണേ പ്ലീസ്. കഴിഞ്ഞ വീഡിയോയിൽ ആരാ ചോദിക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ സൗണ്ട് ജലദോഷമാണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 155 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസ് കൊണ്ട് നമുക്ക് വാങ്ങിച്ചാലും ഒന്നുകൂടെ നഷ്ടമില്ല കേട്ടോ, കാരണം അത്ര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു കോഫി മേക്കറാണ് കേട്ടോ. അതായത് കോഫിയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ബൗൾ പോലെ വരുന്ന സംഭവം കേട്ടോ. ഇത് നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അതായത് ചാർജിൽ പ്ലഗ് ചെയ്തോടെ യൂസ് ചെയ്യുന്നതല്ല, ചാർജ് ചെയ്ത് നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ബീറ്ററാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെയാണ് വരുന്നത്. ജസ്റ്റ് ഇവിടെയാണ് ഓപ്പണിങ്. ഇതിന്റെ വിസ്കും ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു രീതിയിലാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ മഗ് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സിൽ, നല്ല ഹെവി ഗ്ലാസ്സിൽ അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ മേലെ കണ്ട പവർ ബട്ടൺ, ആ ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ബീറ്റായി വന്നോളൂ. അപ്പോൾ നമുക്ക് കോഫിയൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം, അതുപോലെ മുട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ, അങ്ങനെയുള്ള യൂസേജിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു കോഫി ലവേഴ്സിന് എന്തുകൊണ്ടും എന്താ പറയുക ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണിത്. പിന്നെ അതാ ഇവിടെ കേട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം അഡാപ്റ്ററും എൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 351 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് മീഷോയിൽ. ആ ഒരു പ്രൈസിന് ഓർത്താനുള്ള പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തുകൊണ്ടും വാങ്ങിയാൽ നമുക്ക് നഷ്ടമാവില്ല. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുണ്ട്. കോഫിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നുണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ മറന്നു പോകാതെ പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് വരണേ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബൗളാണ്. അതായത് നമുക്ക് സൂപ്പ് ബൗളായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സെർവിങ് ബൗളായിട്ടോ അല്ലെങ്കിൽ സെർവിങ് ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പിൻട്രസ്റ്റ് വൈബിൽ വരുന്നൊരു ബൗളാണ്. ഇതുപോലെ സ്ട്രോബെറിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് സെറാമിക്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സെറാമിക്കിലാണ്. ഇതിൻ്റെ ഒരു തിക്നെസ്സും അതിൻ്റെ ഒരു ഹെവിനെസ്സും അതിൻ്റെ ഒരു ഷാർപ്നെസ്സും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബൗളാണ് കേട്ടോ. ബൗളായിട്ടും ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ല, കാരണം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. സാധാരണ വരുന്ന ഒരു ചെറിയ ബൗള് പോലെയല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് 221 രൂപയായിരുന്നു കേട്ടോ.
എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ്, കാണാൻ നല്ല ഭംഗിയുള്ള ബൗളാണ്. നമ്മളത് കണ്ടാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ടൈപ്പിലുള്ളൊരു ബൗൾ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പ്രൊഡക്റ്റ്. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ സെറാമിക്കിൽ വരുന്നത്, അതാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കേക്ക് മോൾഡാണ് കേട്ടോ. ഈ ഇതുപോലത്തുള്ള കേക്ക് മോൾഡ് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കേക്ക് മോൾഡാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഓരോ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നല്ല പ്രൈസ് ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പം ചെറിയൊരു പ്രൈസിന് കിട്ടിയപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു മോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഡീമോൾഡ് ചെയ്ത് കിടക്കാം. അപ്പോൾ താഴെ ഒരു ഭാഗം ഒരു എന്താ പറയുക ഒരു ട്രേ പോലെ, കേക്കിൻ്റെ ട്രേ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, കേക്ക് ബോർഡിനെ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പം അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ട്രേ ആണ്. കാരണം നമ്മൾ സാധാരണ മോൾഡ് ഉണ്ടല്ലോ, കേക്ക് മോൾഡ് അലുമിനിയത്തിൻ്റെ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് തന്നെ വരുന്നതായാലും ഡിമോൾഡ് ചെയ്തെടുക്കാൻ അങ്ങനെ ഭയങ്കര ടാസ്ക് അല്ല. പക്ഷെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും അതുകൊണ്ട് തന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ ക്ലോസ് ചെയ്യാനും നമുക്ക് ഈസിയാണ്, ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം അതിൻ്റെ പ്രൈസ് വെറും 175 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് ട്രെയിൻ ചെയ്യാൻ വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് സിങ്കിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് പാത്രം ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു സംഭവമാണിത്. സിങ്കിന് മേലെ തന്നെ വെക്കണമെന്നില്ല, അല്ലാതെ കൗണ്ടർ ടോപ്പിൽ വെക്കാം. പക്ഷെ സിങ്കിന് മേലെ തന്നെ വെക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ അങ്ങനെ സിങ്കിലേക്ക് ഒഴുകി പോകുന്ന രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണിത്. ഇനിയിപ്പം പാത്രം കഴുകി വെക്കല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. കഴുകി വെക്കാനുള്ള ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് വെള്ളം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം എടുത്ത് വെക്കാനുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവം എടുത്ത് വെക്കാനും ഈസിയാണ്. അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. കാരണം നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഈ ഒരു ട്രേ നമുക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 253 രൂപയാണ് കേട്ടോ. ആ പ്രൈസിന് വർത്തായുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇന്നത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.